പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി റീന, ഈ സംഘടനയുടെ ബഹുമാനരായ ഭാരവാഹികളെ, ഈ സമരത്തിൽ പങ്കുകൊള്ളുന്ന നേഴ്സസ് സഹോദരന്മാരെ, ഇപ്പൊ സഹോദരന്മാരും ഉണ്ട് കൂടെ. എന്തായാലും നിങ്ങൾ ധീരമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം നടപ്പാക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പല തീരുമാനങ്ങളായി പോവാറേ ഉള്ളൂ, അത് നടപ്പിൽ വരുത്താറില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ അവകാശങ്ങൾ, നിങ്ങളുടെ അവകാശം നേടിയെടുക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം, ഇതാരെയും ദ്രോഹിക്കാനല്ല എന്നുള്ള ചില ഇത് ഇവിടെ കണ്ടു. അതങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് തികച്ചും മനുഷ്യത്വപരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം രോഗികളെ സ്വന്തം സഹോദരന്മാരായും മാതാപിതാക്കളായും കണ്ടുകൊണ്ട് അവരുടെ എല്ലാ വേദനകളിലും അവരെ ആശ്വസിപ്പിക്കുകയും മറ്റ് തങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സദാസമയവും സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്നവരാണ് നഴ്സുമാർ. അതിന് ഒരു മാറ്റമില്ല. കാരണം അവർക്ക് ഡ്യൂട്ടി ടൈം അല്ല അവർ നോക്കാറുള്ളത്. ഡ്യൂട്ടി ടൈമിന് അതീതരായിട്ട് മനുഷ്യത്വപരമായിട്ട് പ്രവർത്തിക്കുന്ന, ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന, ഈ സംഘടനയിലുള്ള അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ ആനുകൂല്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു മാനേജ്മെന്റിന്റെ ആയാലും മറ്റേതൊരു സംഘടനയുടെ ആണെങ്കിലും വളരെ ഏറ്റവും ആത്യന്തികമായിട്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ഒരു കാരണവശാലും ഈ MOSCയിലെ മാനേജ്മെന്റ് മുഖം തിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നിവിടെ ആദ്യമായിട്ടാണ് ഈ സമര രംഗത്തേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. അനുഭാവപൂർണമായ ഒരു ചർച്ചയും കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള ഒരു മനസ്സ് മാനേജ്മെന്റ് കാണിക്കും എന്ന് ഞാൻ കരുതട്ടെ. അതിനായി ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ അവകാശങ്ങൾ വളരെ എന്താ പറയുന്നത്, ഒരുപാട് ലക്ഷ്യങ്ങളൊന്നും നിങ്ങൾ പറഞ്ഞ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തോട് എല്ലാ തരത്തിലുള്ള പിന്തുണയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബിനീഷേട്ടൻ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഈ നേഴ്സസ് അസോസിയേഷന്റെ നേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നേഴ്സുമാർ അനുഭവിക്കുന്ന ത്യാഗങ്ങളും വിഷമങ്ങളും എനിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം. അപ്പോൾ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ പിന്നെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ പുണ്യ കർമ്മം ചെയ്യുന്ന ആളുകളാണ്. കാരണം സമയം പരിധി വയ്ക്കാതെ രാവിലെയും അല്ലെങ്കിൽ രാത്രിയൊന്നും നോക്കാതെ തന്നെ നിങ്ങൾ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ രോഗികളെ സൂക്ഷിക്കുന്ന, ദൈവാനുഗ്രഹം ലഭിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ മനോഹരമായി മാലാഖമാരെ പോലെ നിങ്ങളുടെ ഈ വസ്ത്രത്തിട്ട് കാണുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, ആരും അതിന് അത്ര രീതി മാലാഖമാരെ പോലെ നിങ്ങൾ എഴുതി വെച്ച സർക്കാരിൽ വളരെ കൃത്യമാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ, നിങ്ങൾ പിന്നെ വീടുകളിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പലപ്പോഴും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഒട്ടനവധി ത്യാഗങ്ങൾ സഹിച്ചാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ ജോലി രംഗത്തേക്ക് വരുമ്പോൾ പലവിധങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ മാനേജ്മെന്റ് പിന്നെ അങ്ങനെ ഒരു നിങ്ങളോട് അധികം ദിവസം മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടുണ്ടാകും എന്ന് ഞാൻ ധരിക്കുന്നില്ല. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങളും അർഹമായ പരിഗണനകളെല്ലാം നൽകിക്കൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ഒത്തുതീർന്ന് നന്നായി പോകുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ നടത്തുന്ന ഈ ശ്രമത്തെ, നിങ്ങളുടെ ഈ പിന്നെ സമരത്തെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സമരം നാളെയുടെ നാളുകളിൽ വിജയത്തിന്റെ ഒരു വിജയക്കൊടി പാറിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നൽകുന്നു.
ഇവിടം വരെ വരികയും നമ്മുടെ വിഷമങ്ങൾ കണ്ട് നമ്മളോട് അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിനീഷ് പുല്ലിയാട്ടേരെ, സംഘടനയുടെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, ഇതുപോലെയൊരു സമര മുഖം ഈ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് താമസിച്ചു പോയി, ഇതുപോലെയുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് ഇവിടെ വരുന്നവരെല്ലാം അപ്പച്ചനും അമ്മച്ചിയാണ്, അതുപോലെ തന്നെ ചേട്ടനും ചേച്ചിയാണ്. യാതൊരു തർക്കവുമില്ല. സമയം